വേണ്ട, നിങ്ങളുടെ ഒന്നും ഒരു മതേതര പട്ടോ നമുക്ക് വേണ്ട. കഴിഞ്ഞ ദിവസം മാതൃഭൂമി ചർച്ചയിൽ കോൺഗ്രസ്സുകാരനും CPM-കാരനും ഒരുപോലെ നിന്ന് വഖഫിന് വേണ്ടി അഭിലാഷനെ വരെ വർഗീയവാദിയാക്കുന്ന കണ്ടപ്പോൾ ഒരു കാര്യം എനിക്ക് ഉറപ്പായി, ഇന്ത്യയിൽ പ്രധാനമന്ത്രിയുടെ നരേന്ദ്രമോദി വന്നില്ലായിരുന്നെങ്കിൽ ഈ രാജ്യത്തിന്റെ അവസ്ഥ കുട്ടിച്ചോറായി പോയേനെ. പലരുടെയും സ്വന്തം പേരിലുള്ള പറമ്പ് പല ബോർഡിന്റെയും കയ്യിലായേനെ. ഇനി കുറച്ച് കാര്യങ്ങൾ ഓപ്പണായിട്ട് പറയാം, പലരും പറയാൻ മടിക്കുന്നതാണ്, പച്ചയ്ക്ക് ഞാൻ അങ്ങ് പറഞ്ഞേക്കാം. നമ്മുടെ പേജ് കാണുന്നവർ ജസ്റ്റ് ഫോളോ ചെയ്യുക, അതോടൊപ്പം ഒരു കമന്റ് കൂടെ രേഖപ്പെടുത്തുക, എന്നാലും മാക്സിമം ആൾക്കാരിലേക്ക് ഈ വീഡിയോ എത്തത്തുള്ളൂ. നിങ്ങൾ ആൾക്കാരിലേക്ക് ഇത് എത്തിക്കാൻ ശ്രമിക്കുക. ഇനി പറയാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മുടെ നാട്ടിലെ മീഡിയക്കാരും കുറച്ച് രാഷ്ട്രീയക്കാരും ഒക്കെ പറയുന്ന കുറച്ച് ഡയലോഗുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി കഴിഞ്ഞാൽ ഈ രാജ്യം ഹിന്ദു രാജ്യമായി പ്രഖ്യാപിക്കും, ഭരണഘടന തിരുത്തും എന്നുള്ള രീതിയിൽ ഇവിടെ ആൾക്കാരെ പേടിപ്പിക്കാൻ തുടങ്ങിയ മാധ്യമപ്രവർത്തകരും കുറേ രാഷ്ട്രീയക്കാരുണ്ട്. ഇതൊക്കെ കണ്ട് പേടിച്ച് കുറെ മനുഷ്യർ ഇപ്പോഴും മോദിയെ എന്തോ ഭീകരനാണെന്നുള്ള രീതിയിലൊക്കെ കാണുന്ന ആൾക്കാരുണ്ട്. കഴിഞ്ഞ 10 വർഷമായിട്ട് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദിയാണ്. ഇത് ഈ സമയം വരെ വഖഫിന് കോൺഗ്രസ് കൊടുത്ത പോലെ പല്ലും നഖമുള്ള ഒരു നിയമം ഇന്ത്യൻ പാർലമെന്റ് വഴി ഹിന്ദു ക്ഷേത്രങ്ങൾക്കോ ദേവസ്വങ്ങൾക്കോ നരേന്ദ്രമോദി പാസ്സാക്കി കൊടുത്തിട്ടില്ല. സത്യത്തിൽ 10 വോട്ടിന് വേണ്ടി വർഗീയത കാണിക്കുന്നത് നരേന്ദ്രമോദിയാണോ കോൺഗ്രസ് പാർട്ടിയാണോ? അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മുനമ്പത്തെ മനുഷ്യര് വഖഫിന്റെ പേരിൽ തെരുവിലിറങ്ങിയിരുന്ന് സമരം ചെയ്തത്. ഇതേ സമയം നമ്മുടെ കോൺഗ്രസ്സുകാരായിട്ട് രാഹുൽ ഗാന്ധി എവിടെ പോയാലും ഉയർത്തി കാണിക്കുന്ന ഒരു പുസ്തകമുണ്ട്, ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ. ആ പുസ്തകത്തിന് വെറും കച്ചി പേപ്പറിന്റെ വില പോലും കൊടുക്കാതെ ഇവര് ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ പാസ്സാക്കി വിട്ടൊരു നിയമത്തിന്റെ ഫലമാണ് നമ്മുടെ മുനമ്പത്ത് 600 കുടുംബം സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റാതെ ഒരു പള്ളിയുടെ മുറ്റത്തിരുന്ന് നിരാഹാരം കിടക്കുന്നത്. വയനാട്ടിലും മറ്റ് സ്ഥലങ്ങളിലും രാജ്യത്തിന്റെ പല കോണുകളിലും മനുഷ്യന്മാരെല്ലാം ഇന്ന് സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ പറയുന്ന മതേതരന്മാരെന്ന് സ്വയം വിളിക്കുന്ന കോൺഗ്രസ്സുകാർ പ്രീണന രാഷ്ട്രീയത്തിന്റെ പേര് ചില പോക്കറ്റിലെ വോട്ട് നോക്കിയിട്ട് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷനെ നാണിപ്പിക്കുന്ന രീതിയിൽ നിയമം പാസ്സാക്കി വിട്ടതാണ്. ഇവിടുത്തെ മതേതരം കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിരിക്കുന്ന പല നേതാക്കന്മാരും അന്ന് പാർലമെന്റിൽ ഉണ്ടായിരുന്നു, മിണ്ടിയില്ല, കൈപൊക്കി പാസ്സാക്കി വിട്ടു നിയമം. ഇതിന്റെ പേരിൽ ഇപ്പോഴും മുനമ്പത്തെ മനുഷ്യരെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 1995-ലും 2013-ലും വഖഫ് ബോർഡിന് പല്ലും നഖമുള്ള നിയമം കൊടുത്തിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്തെ കോടതികളെ കോമാളിയാക്കിക്കൊണ്ടിരുന്നത് എന്തിനു വേണ്ടി? ന്യൂനപക്ഷ വോട്ട് ബാങ്കിന്റെ പേര്. ഞാൻ കൃത്യമായിട്ടൊക്കെ പറയാ, ഇതുപോലുള്ള ടീമാണ് നമ്മുടെ മുമ്പിൽ വന്നിട്ട് മതേതരത്വത്തെ പറ്റി ക്ലാസ് എടുക്കുന്നത്. പച്ച വർഗീയത കാണിച്ചു വെച്ചിട്ട്, വർഗീയ രാഷ്ട്രീയം കാണിച്ചു വെച്ചിട്ട്, കൈപ്പത്തി ചിഹ്നം ഞങ്ങൾ മതേതരനാണ്, ഭരണഘടന ഉയർത്തിപ്പിടിക്കുകയാണ്, ഉണ്ടയാണ്. ഇനി ഇതേ രാഹുൽ ഗാന്ധിയുടെ ഒരു അമ്മുമ്മ ഇന്ത്യ ഭരിച്ചിട്ടുണ്ടായിരുന്നു. ഈ അമ്മുമ്മ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ രാജ്യത്തെ എമർജൻസി കൊണ്ടുവന്നു. അതായത് ഈ രാജ്യത്ത് എല്ലാ തരത്തിലുള്ള അവകാശങ്ങളും ഒരു കൂട്ടിലിട്ട് ഇന്ദിരാഗാന്ധി വെച്ചു, സ്വന്തം അധികാരം സംരക്ഷിക്കാൻ വേണ്ടി. ഇവിടെ പല നേതാക്കന്മാരെയും പിടിച്ച് ജയിലിട്ടു. ഈ കോൺഗ്രസിന് വേണ്ടി വാദിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ നമ്മുടെ മീഡിയക്കാരുണ്ടല്ലോ, മതേതര കോൺഗ്രസ് എന്നൊക്കെ പറഞ്ഞ്, ഇവരുടെ അപ്പൂപ്പന്മാരൊക്കെ ആയിട്ട് ആൾക്കാരൊക്കെ പിടിച്ച് ജയിലിലിട്ടു. എന്തിനു വേണ്ടി? സ്വന്തം അധികാരം സംരക്ഷിക്കുക. ആ സമയത്ത് സഞ്ജയ് ഗാന്ധി കാട്ടിക്കൂട്ടിയ കലാപരിപാടി എന്താണെന്ന് അത്യാവശ്യം ബോധമുള്ളവർക്കെല്ലാം അറിയാം. പുരുഷന്മാർക്കൊക്കെ എന്ത് സംഭവിച്ചു എന്നും അത്യാവശ്യം ബോധമുള്ളവർക്കല്ലേ. അന്ന് സഞ്ജയ് ഗാന്ധിയുടെ കൈ ഇവിടെയുള്ള ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരന്റെ അപ്പനെ കിട്ടിയായിരുന്നെങ്കിൽ ജയിൽ വിളിക്കാൻ പോലും ഇന്ന് ഒരു കോൺഗ്രസ്സുകാരനില്ലാത്ത അവസ്ഥ വന്നാണ് അവരുടെ കുടുംബത്തിൽ. അപ്പൊ ഇതുപോലുള്ള കലാപരിപാടി ചെയ്ത് സിഖ് കൂട്ടക്കൊല ചെയ്യുക, ഇങ്ങനെ പല കലാപരിപാടിയും ചെയ്തിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ കീറി എറിയുന്ന രീതിയിൽ ഈ രാജ്യത്ത് അടിയന്തരാവസ്ഥ ഉണ്ടാക്കിയ ടീമൊക്കെ ഇപ്പം പറയാണ് ഞങ്ങളാണ് ഭരണഘടന സംരക്ഷിക്കുക. ഒരു കാര്യം പറയാം, നരേന്ദ്രമോദിയുടെ സർക്കാർ വന്നില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും വഖഫ് ബില്ല് പാർലമെന്റിൽ വരില്ല, അതിനകത്ത് ഭേദഗതി വരില്ല, ഈ കരിനിയമങ്ങൾ എടുത്ത് കളയില്ല. ഈ രാഹുൽ ഗാന്ധിയൊക്കെ പിന്തുണയ്ക്കാൻ പോകുന്ന ഏത് ടീമാണെന്ന് നമുക്കറിയാം. വഖഫ് ബില്ലെ തൊടാൻ പോലും രാഹുൽ ഗാന്ധിക്ക് പറ്റൂല. വഖഫുമായി ബന്ധപ്പെട്ട് വിഷയം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മുനമ്പത്തെയും രാജ്യത്തെ പല ആളുകളുടെയും ഭാഗ്യം കൊണ്ട് ഇന്ന് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് നരേന്ദ്രമോദിയാണ്. അല്ലെന്നുണ്ടെങ്കിൽ അവർ ആകാശത്ത് നോക്കി നക്ഷത്രം എണ്ണിക്കൊണ്ടിരുന്നത്. കോൺഗ്രസുമായി ബന്ധപ്പെട്ട് വേറെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാനുണ്ട്. ഇപ്പോൾ ആർട്ടിക്കിൾ 370 കാശ്മീരിൽ എടുത്തു കളഞ്ഞു. എത്ര വർഷം കൊണ്ടുള്ള കലാപരിപാടി എന്നറിയോ? നമുക്കൊരു നിയമം, കാശ്മീർ വേറൊരു നിയമം. എന്തോത്തിന് എനിക്ക് മനസ്സിലാവുന്നില്ല. നമുക്കാർക്കും പോയി വസ്തു മേടിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ അവിടെ 2 കോടി, അവിടുത്തെ 2 ഭരണഘടന, നമ്മുടെ രാജ്യത്തെ പാർലമെന്റ് നിയമം ചെറുതൊന്നും അവിടെ ബാധകമല്ല. കുറെ കലാപരിപാടിയും തീവ്രവാദവുമായി ബന്ധപ്പെട്ട് നിന്നാണ്. ഇപ്പൊ അടിച്ചോദിക്ക് കൈ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സൈന്യവും ആർട്ടിക്കിൾ 370 എടുത്ത് തോട്ടിക്കളഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അത് തിരിച്ചു കൊണ്ടുവരണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒമർ അബ്ദുള്ളയുടെ നേതൃത്വത്തിലുള്ള നാഷണൽ കോൺഫറൻസ്. അവിടുത്തെ ഇപ്പം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടി, ആ പാർട്ടിയുടെ ഒപ്പം പോയി കൈ കൊടുത്തിട്ടാണ് ആർട്ടിക്കിൾ 370 തിരിച്ചു കൊണ്ടുവരണമെന്ന് പറയുന്നത്, ഭീകരവാദത്തെ തിരിച്ചു കൊണ്ടുവരണമെന്നൊക്കെ പറയുന്ന അതേ രാഹുൽ ഗാന്ധിയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഉയർത്തി കാണിക്കുന്നത്. അന്തസ്സുണ്ടോ? എനിക്ക് ചോദിക്കാനുള്ള അന്തസ്സുണ്ടോ എന്നാ. ആർട്ടിക്കിൾ 370 ഒക്കെ തിരിച്ചു കൊണ്ടുവരണമെന്ന് പറയുന്ന പാർട്ടിയോടൊപ്പം പോയിട്ട് സഖ്യത്തിൽ ഏർപ്പെട്ട് സർക്കാർ ഉണ്ടാക്കിയിട്ട് പറയുകയാണ് ഇന്ത്യയുടെ ഭരണഘടനയെ ഉയർത്തിപ്പിടിക്കുക. വീട്ടിലൊരു പട്ടാളക്കാരനുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി ഇപ്പൊ കാശ്മീർ എന്താണ്, നേരത്തെ ആർട്ടിക്കിൾ 370 നിന്നപ്പോൾ എന്തായിരുന്നു അവസ്ഥ എന്നൊക്കെ ചോദിച്ചാൽ മനസ്സിലാവും.
ഇതുപോലുള്ള കരിനിയമങ്ങളൊക്കെ എഴുതി വെച്ച് കൊടുത്ത് കുറെ വോട്ടിന് വേണ്ടി വോട്ട് രാഷ്ട്രീയം കളിച്ചുകൊണ്ടിരിക്കുന്ന ടീമൊക്കെ നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്നത് എന്താണെന്ന് അറിയോ? മതേതരവാദി. പച്ച വർഗീയ പാർട്ടിയാണ് കോൺഗ്രസ്. ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയല്ല. പച്ച വർഗീയ പാർട്ടി, ചില പോക്കറ്റിനെ പ്രീണിപ്പിച്ച് അധികാരത്തിൽ വരുന്ന പച്ച വർഗീയ പാർട്ടിയാണ് ഇവർ കോൺസ്റ്റിറ്റ്യൂഷൻ ഉയർത്തി കാണിക്കുന്ന പറഞ്ഞാൽ ഇത്തിരി വലിയ കോമഡി വരെയാണ്. ഇവർ ഭരിക്കുമ്പോൾ തന്നെയാണ് കോൺസ്റ്റിറ്റ്യൂഷന് വില ഇല്ലാതാക്കിയത്, ഈ നാട്ടിൽ കലാപങ്ങൾ ഉണ്ടാക്കിയത്, നിരവധി മനുഷ്യരെ കൊന്നു തള്ളിയത്, നിരവധി മനുഷ്യരെ വന്ധീകരിച്ച്, ഇങ്ങനെ എല്ലാ കലാപരിപാടിയും ചെയ്തിട്ട് ഇവർ ഉയർത്തി കാണിക്കും കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ്. ഇതൊരു കലാപരിപാടിയാണ്. കുറെ നാളായി തുടങ്ങിയിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഇനി നമ്മളെ നേരിട്ട് ബാധിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ റോഡിലേക്ക് ഇറങ്ങി നോക്കണം. നാഷണൽ ഹൈവേ ഇപ്പൊ പണിയുന്നത് എങ്ങനെയാണെന്ന് നോക്കി. ഏത് രീതിയിലാണ് പണിയുന്നത്? രാജ്യത്തെ എത്ര നല്ല രീതിയിൽ എക്സ്പ്രസ് ഹൈവേയുടെ വർക്ക് നടക്കുന്ന, വന്ദേ ഭാരത് വരുന്നു, റെയിൽവേയുടെ വികസനം വരുന്നു, കുറെ ടീം ഇവിടെ ഭരിച്ചല്ല വർഷങ്ങളോളം. നമ്മുടെ കൊല്ലം ആലപ്പുഴ ബൈപ്പാസ് 10-40 കൊല്ലമാണ് ഈ ടീമെല്ലാം ഇവിടെ മുടക്കിയിട്ട്. കേരളത്തിൽ 9 കേന്ദ്രമന്ത്രിമാരുണ്ടായിരുന്നു. 6 കിലോമീറ്റർ പണിയാനെടുത്തത് 40 കൊല്ലമാണ്. ഈ 10 വർഷത്തിനുള്ളിലാണ് ഈ പണി തീർന്നത്. ഇതൊക്കെ മലയാളികൾ കാണുന്നുണ്ട്. അപ്പൊ നമ്മളെ പോലുള്ള ആൾക്കാർക്കൊക്കെ കൃത്യമായി ജീവിക്കാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ വഖഫുമായി ബന്ധപ്പെട്ടുള്ള നിയമനിർമ്മാണം വരുന്നു. ആർട്ടിക്കിൾ 370 വേറൊരു സർക്കാർ വന്ന തൊടില്ലായിരുന്നു, എടുത്ത് തോട്ടിക്കളഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം വ്യക്തമാണ്, നരേന്ദ്രമോദി അല്ലാതെ വേറെ ആരെങ്കിലുമാണ് ഇപ്പോൾ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങാനും ഈ രാഹുൽ ഗാന്ധി കാണാൻ ഇന്ത്യ ഭരിക്കുന്ന രീതിയിൽ എത്തിയിരുന്നെങ്കിൽ വഖഫ് ബോർഡിന്റെ പോക്കറ്റിൽ ഇരുന്നതിനെ നിങ്ങളുടെയൊക്കെ പറമ്പൊക്കെ, പലരുടെയും പറമ്പ് ഒരു അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് എടുത്തുകൊണ്ട് പോവുക. ഈ നിയമമൊക്കെ എങ്ങനെയാണ് ഒരു പാർലമെന്റ് വഴി പാസ്സാക്കി കൊടുത്തതെന്നുള്ള ഞാൻ ആലോചിക്കുന്നത്. ഈ നിയമമൊക്കെ ഞാൻ വ്യക്തമായി നിയമവുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എന്റെ പ്രൊഫൈലിൽ കയറി നോക്കിയാൽ മനസ്സിലാവും. ഒരു 6 കിലോമീറ്റർ ഉള്ള ഒരു ബൈപ്പാസ് പണിയാൻ 40 വർഷം എടുത്ത ടീമാണ് നമ്മുടെ നാട്ടിലുള്ളത്. ഇപ്പൊ നമ്മുടെ ആരോഗ്യ മേഖല നോക്കുക, അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് നോക്കുക, റോഡ്, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൈവേകള്, അല്ലെന്നുണ്ടെങ്കിൽ റെയിൽവേ, വന്ദേ ഭാരത്, അല്ലെങ്കിൽ ബുള്ളറ്റ് ട്രെയിൻ, ഇതെല്ലാം വരാൻ പോവുകയാണ്. അത്യാധുനിക സംവിധാനത്തിലേക്ക് പോകും. നിങ്ങൾ എന്താ ഇവിടെ ചെയ്തത്? ഇത്രയും കാലം ഉണ്ടായിരുന്നല്ലോ. മതേതരത്വം പറഞ്ഞ ആൾക്കാരെ പറ്റിച്ച് വോട്ടും മേടിച്ചുകൊണ്ട് പോകുന്ന കുറെ ടീം. ഒരു കാര്യം പ്രത്യേകം പറയുന്നുണ്ട്, കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ വന്ന മെഡിക്കൽ ഫെസിലിറ്റി, എയിംസ് എത്ര സംസ്ഥാനത്ത് വന്നു നമ്മൾ നോക്കുക. അല്ലാതെ നമുക്ക് ജൻ ഔഷധി എന്ന് പറഞ്ഞ പ്രോജക്റ്റ് ഉണ്ട്. എവിടെ പോയാലും നല്ല വിലയുള്ള മരുന്നുകൾ ജൻ ഔഷധി പോയി കഴിഞ്ഞാൽ നമുക്ക് വളരെ തുച്ഛമായ വിലയ്ക്ക് കിട്ടും. ഞാൻ പോകാറുണ്ട് അവിടെ, വളരെ തുച്ഛമായ വിലയ്ക്ക് കിട്ടും. ആയുഷ്മാൻ ഭാരത് പ്രകാരം 70 വയസ്സ് കഴിഞ്ഞവർക്ക് ഫ്രീ ആയിട്ടുള്ള മെഡിക്കൽ 10 വർഷം കൊണ്ട് ഈ രാജ്യത്തേക്ക് കടന്നു കയറി ഒരുത്തം തൊട്ട് കഴിഞ്ഞാൽ അവന്റെ വീട്ടിൽ പോയി അടിക്കാറുണ്ട് ഇന്ത്യ. ഉറി സർജിക്കൽ സ്ട്രൈക്ക് ആയാലും അജ്ഞാതര് പല തീവ്രവാദികളെയും രാജ്യത്തിന് പുറത്ത് കൊന്നു തള്ളുന്നുണ്ട്. അമ്മാതിരി ലെവലിലേക്ക് നമ്മുടെ രാജ്യം എത്തിയിട്ടുണ്ട്. ഈ രാജ്യത്ത് വഖഫ് ബോർഡിന് ഇതുപോലുള്ള നിയമങ്ങൾ പാസ്സാക്കി കൊടുത്ത് ന്യൂനപക്ഷ വോട്ട് പോക്കറ്റിലാക്കാൻ നിന്ന ടീമൊക്കെയാണ് നമ്മളെ മതേതരത്വം പഠിപ്പിക്കുന്നത്. അങ്ങനെ ഒരു ക്ലാസ് ഇവിടെ ഒരു തന്നെ വേണം. ന്യൂനപക്ഷമായാലും ഭൂരിപക്ഷമായാലും ആരാണ് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് അവന്റെ കൂടെ നിൽക്കും നമ്മൾ. അതാണ് നമ്മുടെ മതേതരത്വം. അതല്ലാതെ ഏതെങ്കിലും ഒരു പക്ഷത്തങ്ങ് ചരിഞ്ഞു നിന്നിട്ട് നമ്മൾ പറയുന്ന എല്ലാം മതേതരത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ പണിക്ക് പോയാൽ മതി. നല്ല ഒന്നാന്തരം ഉടായിപ്പ് ടീമാണ് ഇവർ.